അപ്പോൾ ഞാൻ എക്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടോട്ടൽ എടുക്കുന്നത് പേഴ്സൻറ്റേജ്, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്, റാങ്ക് ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേഷനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ ഞാൻ ഈ ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂൾ കണ്ടില്ലേ, ഹോമിലെ ടൂളിലെ നമുക്ക് ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഹെഡിങ് അടിച്ചിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് എന്നുള്ളത് ഇവിടെ മന്ത് ഓഫ് മാർച്ച് 25 ഞാൻ ടൈപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിനെ ഇപ്പോൾ ഇത് ഞാൻ സെൻറ്ററാക്കി കഴിഞ്ഞാൽ അത് മാത്രമേ സെൻറ്റർ ആവത്തുള്ളൂ. കണ്ട ആ ഒരു സെല്ലിനെയാണ് നമ്മൾ സെൻറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സെൻറ്റർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടുന്ന് ഈ എ തൊട്ടിട്ട് ഇവിടെ വരെ ഇവിടെ വരെ ഒന്ന് സെൻറ്റർ ആക്കണം. അപ്പോൾ അവിടെ വരെ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബട്ടൻ്റെ പേരാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയും. ഇവിടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം അത്രയും സെല്ലാണ് ഇത് സെൻറ്ററായത്. അപ്പോൾ സെൻറ്ററായി. ഇനി എനിക്കിതിനെ എന്ത് ചെയ്യണം, ബോൾഡ് ചെയ്തു. കുറച്ചുകൂടെ തിക്കാക്കുന്നതിനാണ് ബോൾഡ്. ഇതെടുത്ത ഇറ്റാലിക്കായി, ഇതെടുത്ത് അതിന് അണ്ടർലൈൻ തന്നെ രണ്ട് തരത്തിലുള്ള അണ്ടർലൈൻ ഉണ്ട്. ഡബിൾ അണ്ടർലൈൻ ഉണ്ട്, സിംഗിൾ ഞാനിപ്പോൾ ഡബിൾ അണ്ടർലൈൻ എടുക്കുന്നു. ഡബിൾ അണ്ടർലൈൻ എടുത്തു. പിന്നെ നമുക്കിവിടെ വന്ന് ഫോണ്ടിൻ്റെ സൈസ് നമുക്കൊരു 28 വരെ കൊടുക്കാം. അപ്പോൾ 28 നമ്മൾ ഫോണ്ടിൻ്റെ സൈസ് എടുത്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഫോണ്ട് കണ്ടില്ലേ, ഫോണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഏരിയൽ ബ്ലാക്കോ എന്തെങ്കിലും കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഫോണ്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ട ഏരിയൽ റൗണ്ടഡ് ബോൾഡ് എന്നുള്ളത് നമുക്കിപ്പോൾ ഇതെടുക്കാം. ഓക്കെ. അപ്പോൾ ഇറ്റാലിക്ക് ഒന്ന് ക്ലോസ് ചെയ്തു. ഇറ്റാലിക്ക് നമുക്ക് വേണ്ട. ഇനി അടുത്തത് അപ്പോൾ ഇതാണ് സൈസ്, ഫോണ്ടിൻ്റെ സൈസ് എടുത്തു. ഇത് ഏത് ഫോണ്ടാണെന്നുള്ളത് എടുത്തു. ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു ഷെയ്ഡ് കൊടുക്കാം. ഞാനൊരു ഷെയ്ഡ് കൊടുത്തു. പിന്നെ നമുക്കതിന് ലെറ്ററിൻ്റെ കളർ, ഇതിനാണ് ഫോണ്ട് കളർ എന്ന് പറയുന്നത്. നമുക്കൊരു ഫോണ്ടിൻ്റെ കളർ എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലൈന് കണ്ടില്ലേ, ഫസ്റ്റ് ലൈന് എന്തൊക്കെ ചെയ്തു, നമ്മൾ മെർജ് ആൻഡ് സെൻറ്റർ എടുത്തു. പിന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ശരിയാക്കി. ഇനി അടുത്ത ലൈനിലോട്ട് പോകാം. നമുക്ക് ഈ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നൊക്കെ ഉള്ളതിൻ്റെ പേഴ്സൻറ്റേജ് ഇത് കണ്ടില്ലേ, ഇത് 2 വേർഡാണ് കിടക്കുന്നത്. ഈ മാക്സിമം മാർക്ക് എന്നുള്ളത് മാക്സിമം മാർക്ക് എന്ന് ഇവിടെ കിടക്കുന്നത് കണ്ടില്ലേ, മാക്സിമം മാർക്ക് ഇത് 2 വേർഡാണ്. ഈ വേർഡിനെ ഈ മാർക്കിനെ നമുക്ക് താഴോട്ടാക്കണം. ഈ മാർക്കിനെ നമുക്ക് ആ സെല്ലിൽ തന്നെ താഴോട്ടാക്കണമെങ്കിൽ ആ മാർക്കിനെ നമ്മൾ വെളിയിടണം. കണ്ടോ, അതിൻ്റെ വെളിയിലിട്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റാപ്പ് ടെസ്റ്റ് എടുക്കണം. കണ്ടോ, അപ്പോൾ പിന്നെ ആ ഒരു സെല്ല് ആ വെളിയിൽ കിടക്കുന്ന വേർഡാണ് താഴോട്ട് വന്നത്. ഇത് കണ്ടില്ലേ, മിനിമം മാർക്ക് എന്നുള്ളത് ശരിക്കും കണ്ടോ, മിനിമം മാർക്കാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മാർക്കിനെ എടുത്ത് ഞാൻ വെളിയിലിട്ടു. എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മിനിമം എന്നുള്ളതിൻ്റെ വെളിയിലിട്ടു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു, റാപ്പ് ടെസ്റ്റ് ചെയ്തു. ഇനി നോക്കണം എവിടെയെങ്കിലും 2 വേർഡുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. അപ്പോൾ ഇതിന് 2നും മാത്രമേ ഉള്ളൂ മാക്സിമം മാർക്ക്, ടോട്ടൽ ഇല്ല, ഒന്നിനുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ടോപ്പ് സെൻറ്റർ ഉണ്ടല്ലോ, ആ ടോപ്പ് സെൻറ്റർ എടുക്കുമ്പോൾ അതെല്ലാം ഒരേ ലൈന് വരും. കണ്ടോ, ടോപ്പ് സെൻറ്റർ എടുക്കാം. ഇത് നമ്മൾ ടോപ്പ് സെൻറ്റർ എടുത്തു. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ചരിച്ചിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഓറിയൻറ്റേഷൻ എന്ന് പറയും. ടെക്സ്റ്റിൻ്റെ ഓറിയൻറ്റേഷനാണിത്. നമ്മളിങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കുന്നവരുണ്ട്. കണ്ടോ, ആ ഒരു രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സ്പേസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഇതെല്ലാം ടെക്സ്റ്റ് ഓറിയൻറ്റേഷനാണ്. നമ്മളേതെങ്കിലും ഒരെണ്ണം നമ്മളെടുത്തു. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, ഓറിയൻറ്റേഷൻ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത്രയും ഭാഗം നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ബോർഡർ, ഇതിന് ലൈൻ കൊടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ വന്ന് ഓൾ ബോർഡർ എടുക്കാം. ഓൾ ബോർഡർ എടുത്താൽ നമുക്ക് ലൈൻ വരും. അല്ലെങ്കിൽ ഈ ലൈൻ നമുക്ക് പ്രിൻ്റ് വരത്തില്ല. നമുക്ക് ലൈൻ എടുക്കണേ, ബോർഡർ എടുത്തിട്ട് നമ്മൾ ഓൾ ബോർഡർ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്കിവിടെ എല്ലാത്തിനും
ഉണ്ട് ലൈൻ വന്നിട്ടുണ്ടാവും. എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ലൈൻ വന്നു. അപ്പോൾ ബാക്കി ഭാഗത്ത് ലൈനില്ല, ഈ ഭാഗം മാത്രം ലൈൻ വന്നു. അഥവാ നമുക്ക് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ മാത്രമുള്ള ലൈനാണ് വരണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഓൾ ബോർഡർ എടുക്കണം. കണ്ടോ, മോർ ബോർഡർ എടുക്കുക. മോർ ബോർഡർ എടുക്കുമ്പോൾ ഇതുപോലൊരു ലൈൻ വരും. ഈ ലൈനിൽ വന്നിട്ട് നമ്മൾ ഈ ലൈനൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്തു അല്ല തിക്ക് ലൈൻ തന്നെ എടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ തിക്ക് ലൈൻ ഔട്ട് സൈഡും ഇത് നമ്മൾ തിക്ക് ലൈൻ എടുത്തു. ഏതെങ്കിലും സമയത്ത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണോ, നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ലൈൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. കണ്ടോ, വെർട്ടിക്കൽ ലൈൻസ് വരും. അഥവാ നമുക്കിനി ഹൊറിസോണ്ടൽ ലൈനാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുക്കുക, നമുക്കിവിടെ വന്ന് മോർ ബോർഡർ എടുക്കുക. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും ഹൊറിസോണ്ടൽ മാത്രം, നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു, ഹൊറിസോണ്ടൽ മാത്രമുള്ള ലൈന് നോക്കണ്ടോ, ഹൊറിസോണ്ടൽ മാത്രം ലൈൻ വരും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം ഇങ്ങനെ. പിന്നെ അതുമല്ല നമുക്ക് ഫുൾ ബോർഡർ വേണമെങ്കിൽ ഇവിടെ വന്ന് ഓൾ ബോർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ബോർഡർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ബോർഡർ എന്ന് പറയുന്നത്. ലൈനൊക്കെ എടുക്കുന്നതിനാണ് ബോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഫോർമാറ്റാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു ഫോർമാറ്റ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓട്ടോ ഫോർമാറ്റ് എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കണ്ടില്ലേ, പേഴ്സൻറ്റേജിനൊക്കെ നമുക്ക് ഡിസിമൽ ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട് ഡിസിമൽ. ഈ ഡിസിമലിൻ്റെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഡിക്രീസ് ഡിസിമൽ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിനെ റൗണ്ട് ഫിഗർ ആക്കും. ഇതിനെ നമുക്ക് റൗണ്ട് ഫിഗർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസിമൽ നമുക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അതിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം ഡിസിമൽ മാറി. ഇനി നമുക്ക് ഈ സ്റ്റൈഫഡ് എന്നൊരു കോളം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 ഡിസിമൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഇൻക്രീസ് ഡിസിമൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ 2 ഡിസിമൽ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് RS എന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് കറൻസി ബട്ടണാണിത്. ഇത് നമ്മുടെ കറൻസി ബട്ടണാണ്. നമ്മൾ RS എടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈഫൻഡ് എന്നൊരു കോളം കൂടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് RS ആക്കി. ഇനി നമുക്ക് നല്ലൊരു ഫോർമാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് അല്ലെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ഓരോന്നിനും ഓരോരോ കളർ നമ്മൾ കൊടുക്കുക, ഷെയ്ഡ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓരോ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഹാർഡായിട്ടുള്ള സോളിഡായിട്ടുള്ള കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്കിങ്ങനെ ഈ ആൻസർ കണ്ടതിനെയൊക്കെ നമ്മളിങ്ങനെ വന്നൊരു കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കളർ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിപ്പോൾ നല്ലൊരു ഷെയ്ഡൊക്കെ കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നെ നല്ലൊരു ഓട്ടോ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടില്ലേ ഫോർമാറ്റ് ആസ് ടേബിൾ എടുക്കുക. നമ്മൾ ഈ ഫോർമാറ്റ് ആസ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കിത് ഇവിടെ വന്ന് ഏത് കുറേ സ്റ്റൈലുണ്ട് നമുക്ക് കണ്ടോ, കുറേ സ്റ്റൈലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻ്റർനാഷണലായിട്ടുള്ള ഓരോ സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റൈലെടുത്തു. എന്നിട്ട് അപ്പം കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ പിന്നെ നമുക്കിവിടെ വന്നിട്ട് കണ്ടോ നമ്മുടെ ലെറ്ററിന് നല്ലൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഈ ആരും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു കണ്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം, പ്രിവ്യൂ എടുത്ത് നോക്കാം. ഫയലെടുത്തു, പ്രിൻ്റ് എടുത്ത് പ്രിവ്യൂ കണ്ടപ്പോൾ കണ്ടില്ലേ ഇത്രയും ഭാഗം നല്ല കളറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെടുത്തു, ഓട്ടോ ഫോർമാറ്റാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്കിവിടെ വന്ന് പ്രിൻ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. കളർ പ്രിൻ്റർ ആണെങ്കിൽ കളർ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് കളർ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മാർക്ക് ലിസ്റ്റിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമാറ്റിൽ എന്തൊക്കെ നമ്മളിപ്പോൾ പഠിച്ചത്, ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാനും മെർജ് സെല്ല്, ഇതാണ് മെർജ് ചെയ്യുന്നത്. അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക, കോളം സെലക്ട് ചെയ്തിട്ട് മെർജ് സെല്ല്. ഇത് നമുക്ക് എന്താണ് റാപ്പ് ടെസ്റ്റ്, 2 വേർഡിനെ നമുക്ക് ഒരു സെല്ലിലോട്ട് മാറ്റുന്നതിനാണ് നമുക്ക് ഈ റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലെറ്ററിനെ ഇങ്ങനെ നമുക്ക് ഓറിയൻറ്റേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഓറിയൻറ്റേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് ബോർഡറൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഓട്ടോ ഫോർമാറ്റൊക്കെ എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൂടെ ഞാനൊരു പ്രാക്ടീസ് ഫയൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പേജിൻ്റെ സെറ്റപ്പും പിന്നെ പ്രിൻ്റ് എടുക്കുന്നത്, പിന്നെ പ്രിൻ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ 2-3 ഓപ്ഷനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.